ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഈ കൊണ്ടുപോകുന്നത് ഒരു ഫ്രോസൺ ചിക്കൻ്റെ പാക്കറ്റ് കേട്ടോ. ഞാനിവിടെ സാധാരണ മേടിക്കാറ് ഫ്രഷ് ചിക്കനാണ്. കിടക്കണ കിടപ്പ് കണ്ടോ. അപ്പോൾ ഞാൻ ഈ ഫ്രഷ് ചിക്കൻ മേടിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് ഫ്രഷ് ആണെന്നാണ് പറയുന്നത്, രണ്ടാമത്തത് അവർ തന്നെ ഇതൊക്കെ നല്ല ക്ലീനാക്കി തൊലിയൊക്കെ അടർത്തിയെടുത്ത് നമുക്ക് ആവശ്യമുള്ള പീസാക്കി കട്ട് ചെയ്ത് തരും. അപ്പം നമുക്ക് അതിന്മേൽ കൂടുതൽ പണിയെടുക്കാനൊന്നുമില്ല. അത് കൊണ്ടുവന്നാൽ ജസ്റ്റ് കഴുകി കറി വെക്കണം, അത്രയേ ഉള്ളൂ. ഇത് ഞാൻ വാങ്ങാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഖത്തറിൽ ഒരു മേമയുണ്ട്. അപ്പം മേമ എന്നോട് പറഞ്ഞു, നീ എന്തിനാ ഈ ഫ്രഷ് ചിക്കൻ വാങ്ങി വെറുതെ പൈസ കളയുന്നത്, നിനക്ക് ഫ്രോസൺ ചിക്കൻ മേടിച്ചാൽ പോരെയെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു അതും ഇത് തമ്മിൽ ഒരുപാട് ടേസ്റ്റ് വ്യത്യാസമില്ലേ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ്, റേറ്റിന് നല്ല വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ റേറ്റിന് ഫ്രഷ് ചിക്കന് 16 ദിറംസ് 15 ദിറംസൊക്കെ വരുന്നുണ്ട്. ഫ്രോസൺ ആകുമ്പോൾ ആകെ 10 ദിറംസിൻ്റെ 10-9 ദിറംസേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ആ ഒരു 6 ദിറംസ് നമ്മൾ കെട്ടിയോണ്ട് ലാഭിച്ചു കൊടുക്കാമല്ലോ എന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ഫ്രോസൺ ചിക്കൻ മേടിക്കാൻ തുടങ്ങിയത്. ആദ്യമൊന്നും ഉക്കാക്ക സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു നമ്മളൊരു വട്ടം മേടിച്ച് നോക്കിയാലല്ലേ നമുക്ക് അതിനെ പറ്റിയിട്ട് അറിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു വട്ടം മേടിക്കുക, അപ്പോൾ നിനക്ക് കട്ട് ചെയ്യാൻ അറിയുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കട്ട് ചെയ്യാനൊന്നും അറിയില്ല, ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് കട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ യൂട്യൂബ് നോക്കി നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ തപ്പി തിരഞ്ഞ് ഞാനിങ്ങനെ ഈ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ കണ്ടുപിടിച്ച് ഞാൻ അത് നോക്കി കട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഓരോ അവസ്ഥ മനസ്സിലാവുന്നത്. നമ്മൾ ആദ്യം തൊലി കളയണം, പിന്നെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടൊക്കെ തപ്പി പിടിച്ച് ഇതിൻ്റെ എല്ലുകൾ തമ്മിലുള്ള ജോയിൻറ്റിൻ്റെ ഇടയിൽ ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്തിലൂടെ കത്തി ഇറക്കിയാൽ ഇത് അലുവ കഷ്ണം മുറിക്കുന്ന പോലെ മുറിക്കുക. അതറിയാത്തവർ മുറിച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് പാടായിരിക്കും. ഞാനിപ്പോൾ ആ മുറിക്കുന്ന കത്തി തീരെയും മൂർച്ചയില്ലാത്തൊരു കത്തിയാണ്. ആ കത്തി കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കോഴി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ അടുത്തുള്ള കത്തി ഒരു സിക്സാഗ് പിന്നെ മൂർച്ചയുടെ ഭാഗത്ത് വരുന്ന ഒരു കത്തിയാണ്. ആ കത്തി കൊണ്ട് ചിക്കനും മീനും ഒന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതുകൊണ്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും കോഴിയായിട്ടുള്ളൊരു മല്ലയുദ്ധമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാണുമ്പോൾ നല്ല എളുപ്പം തോന്നുമെങ്കിലും അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. നമ്മൾ ഒരു കോഴിക്കറി വെക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ ഇതെടുത്ത് വെള്ളത്തിലിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് പണിയുണ്ട് ഇത് കട്ട് ചെയ്തെടുത്ത് എടുക്കാൻ. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഞാനാണ് ഇവിടെ വീട്ടിൽ കോഴി കട്ട് ചെയ്യാറ് എന്ന്. അവളുടെ ഇപ്പക്ക് കോഴിൻ്റെ ഷോപ്പാണ്, അവൾക്കറിയില്ല കോഴി കട്ട് ചെയ്യാൻ. അല്ല അതല്ലെങ്കിൽ ഇപ്പോൾ അവൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ, അവളുടെ ഉപ്പൻ്റെ പീടികയിൽ ബംഗാളികളാണ് കോഴി കട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇനി അവിടെ ആവശ്യമുണ്ടെങ്കിൽ നാട്ടിൽ വന്നിട്ട് ഞാൻ വന്നോളാം, എനിക്കിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കോഴി കട്ട് ചെയ്യാൻ അറിയാമെന്ന്. അങ്ങനെ വാചകം അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാ നമ്മൾ കോഴി ഏകദേശമൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു സൈഡിലൊരു ഫാറ്റ് ലൈൻ പോകുന്നുണ്ട് കേട്ടോ. ആ ലൈനിലൂടെ കട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആ ഭാഗം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഞാൻ യൂട്യൂബ് ചാനലിൽ നോക്കി പഠിച്ചത് തന്നെയാണ് കേട്ടോ, വേറെ യൂട്യൂബ് ചാനലിലൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പീസാക്കണം. ഞങ്ങൾ ഇതിൻ്റെ പിന്നെ ഫ്ലഷ് മാത്രമുള്ള ഭാഗം എടുക്കാറില്ല കേട്ടോ. എടുക്കാറില്ല മീൻസ് കറി വെച്ച് കഴിഞ്ഞാൽ ഞാനും കാക്കിയൊന്നും ഇവിടെ കഴിക്കില്ല. അപ്പം ഞാൻ ആ ഭാഗം എടുത്ത് മാറ്റിയിട്ട് ഞാനത് പിന്നെ വേറെ എന്തിനെങ്കിലുമാണ് യൂസ് ചെയ്യുക. എന്തെങ്കിലും പാസ്ത ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സമൂസ ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ എന്തിനെങ്കിലും യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ ഇത് ഇപ്പം തന്നെ എടുത്ത് മാറ്റിയിട്ട് നേരെ ഫ്രീസറിലേക്ക് വെക്കും. അപ്പോൾ ഫ്രീസറിൽ പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്താൽ മതിയല്ലോ. ഇത് എല്ലുള്ള ഭാഗം മാത്രം എടുത്തിട്ടാണ് ഞങ്ങൾ കറി വെച്ച് കഴിക്കുക. അതാകുമ്പോൾ വേസ്റ്റേജ് ഇല്ല. മറ്റേത് ആ ഫ്ലഷുള്ള ഭാഗം അവിടെ ബാക്കിയായി കിടക്കും. പിന്നെ ഇപ്പം എന്താ ഞാനിത് ഇപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മുടെ സാധാ മുളകിട്ട കറി തന്നെയാണ്. അതിൻ്റെ റെസിപ്പി കാണിക്കാനൊന്നും അല്ല കേട്ടോ. ഞാനും ഈ ചിക്കനും തമ്മിലൊരു അംഗം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത്. എൻ്റെ കട്ടിങ് കണ്ടിട്ട് ആ മരിച്ചു പോയ ചിക്കൻ്റെ ആത്മാവ് വരെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകും. അമ്മാതിരി അപരാധമാണ് ഞാൻ ആ ചിക്കനുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ സാധാ പണ്ടത്തെ നൊസ്റ്റാൾജിക് മുളകിട്ട കറി അത് പിന്നെ എല്ലാത്തിൻ്റെ കൂടെയും പോകുമല്ലോ. പൊറാട്ടൻ്റെ കൂടെ ആയാലും നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും അത് പോവാത്ത ഡിഷസൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആലോചിക്കാനൊന്നുമില്ല, പെട്ടെന്നാകും കറിയാവും. പിന്നെ എന്താ പൊടി ഇടേണ്ടത്, എങ്ങനെ ഉണ്ടാക്കേണ്ടത്, റെസിപ്പി എന്താണെന്നൊന്നും ആലോചിച്ച് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് തന്നെ കറിയാക്കുകയും ചെയ്യാം. അപ്പോൾ അതാ നമ്മൾ സാധാരണ പോലെ 2 ഉള്ളി എടുത്തു, അത് വേഗം അരിഞ്ഞുണ്ടാക്കുകയാണ്.
പിന്നെ കറി ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. വേഗം പാൻ അടുപ്പത്ത് വെക്കുക, ഉള്ളി അരിയുക, അപ്പോഴേക്കും എണ്ണ ചൂടാവും, അതിലേക്ക് ഉള്ളി ഇടുക. അങ്ങനെ തന്നെയാവില്ല എല്ലാവരും. നമ്മൾ ആദ്യം ഉള്ളി അരിഞ്ഞതിന് ശേഷം പാനൊക്കെ വെച്ച് സാവധാനം നോക്കിയിരിക്കൂലേ. ഇപ്പോൾ ഒക്കെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പഠിച്ചു. പിന്നെ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ സാധാരണ ഉപ്പിടുക. പിന്നെ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും എപ്പോഴും അങ്ങനെ അരച്ച് വെക്കും കേട്ടോ, പേസ്റ്റാക്കി വെക്കും. അപ്പോൾ എനിക്ക് എളുപ്പമാണ് രാവിലെയൊക്കെ കാക്കക്ക് ലഞ്ചും ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ. മറ്റേത് ഇതിന് ഒരുപാട് സമയം പോവില്ലേ. ഇതിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലൊരു ഗ്ലാസ് ജാറിലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ്. നമുക്ക് പണിയൊക്കെ പെട്ടെന്ന് തീരും. പിന്നെ ഞാൻ എപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉരുളക്കിഴങ്ങ് ഇടും കേട്ടോ. എനിക്ക് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. കറിയിലൊക്കെ ആയാലും ഞാൻ ചിക്കനെക്കാട്ടി കൂടുതൽ കഴിക്കുക ഉരുളക്കിഴങ്ങ്. പിന്നെ ഇപ്പം എന്താ, നമ്മളെ വീട്ടിലുള്ള ബാക്കിയുള്ള എല്ലാ പൊടികളും ഇടുക. ബാക്കിയുള്ള പൊടികൾ എന്ന് പറഞ്ഞാൽ ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, മുളക് പൊടിയൊക്കെ ഇടുക. സത്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിൽ ബാക്കി ഇനിയിപ്പോൾ കായപ്പൊടിയും സാമ്പാർ പൊടിയും ഇടാൻ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ നമ്മളൊരു അളവിനനുസരിച്ച് അങ്ങോട്ട് ഇടുക, എന്നിട്ട് ഇളക്കുക. പിന്നെ ഊർവശി പറഞ്ഞ പോലെ കടുക് വറ എന്ന് പറഞ്ഞ പോലെ തന്നെ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇവിടെ ഞാൻ ആദ്യം ഉരുളക്കിഴങ്ങ് കേട്ടോ ആദ്യം ഇടാറുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിന് അവിടെ വേവ് കൂടുതൽ, ചിക്കൻ തീരെ വേവില്ല. ചിക്കൻ അതിലേക്ക് ഇടുമ്പോഴത്തേന് അത് അലിഞ്ഞു പോവും. അപ്പോൾ ആകെ 5-10 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.